ഹലോ ഗായ്സ്, ദിസ് ഈസ് അന്ന. ssc.gov.in എന്ന് പറഞ്ഞാൽ SSCയുടെ സൈറ്റിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഏപ്രിൽ 8 റിലീസായ നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടീസ് ഓഫ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി 10+2 ലെവൽ എക്സാമിനേഷൻ 2024 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 12ാം ക്ലാസ് ജയിച്ചവരാണെങ്കിൽ ഇപ്പോൾ എക്സാം എഴുതിയിട്ട് നിൽക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. CGL പോലെ തന്നെ ഒരു എക്സാം ആണിത്. കുട്ടികൾ വളരെ ടൈം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലെവൽ ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. CGL എന്ന് പറയുന്നത് എന്തോ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഗ്രാജുവേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇത് ഹയർ സെക്കൻഡറി ലെവൽ, അതിന്റെ തൊട്ട് താഴത്തെ ലെവലാണ്. 10+2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാം ആണ്. ഇതിന്റെ നോട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ഇവിടെ കിട്ടും. ssc.gov.in എന്ന സൈറ്റ് ആണിത് കേട്ടോ. ഇതാണ് നോട്ടീസ്. അപ്ലിക്കേഷൻ ആൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. 8ാം തീയതി സ്റ്റാർട്ടായി. അടുത്ത മാസം 5ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ഇനി എക്സാം എന്ന കണ്ടക്ടിങ് ടയർ 1 ടയർ 2 രണ്ട് ടയർ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ടയർ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് മുമ്പേ ഒരു നോട്ടീസ് ഇവിടെ റിലീസ് ആയിട്ടുണ്ടായിരുന്നതാണ്. ഇമ്പോർട്ടന്റ് നോട്ടീസ്, ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ. ഇതിനകത്ത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടീസ് കിട്ടും. അതിൽ CHSLന്റെ എക്സാം ഡേറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1, 2 എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 12 ജൂലൈ വരെയാണ് എക്സാം. 1 തൊട്ട് 12 ജൂലൈ വരെയാണ് ഇതിന്റെ ടയർ 1 എക്സാം കേട്ടോ. ടയർ 2ന്റെ ഇപ്പം പബ്ലിഷ് ആയിട്ടില്ല, അത് ഡിഫറൻസ് കാണും. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ, ഇങ്ങനെ 3 പൊസിഷനിലേക്കാണ് ഈ ആപ്ലിക്കേഷൻ വിളിച്ചേക്കുന്നത്, CHSL വിളിച്ചേക്കുന്നത്. ഇത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ LDC ഒന്നും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വളരെ എളുപ്പമുള്ള എക്സാം ആയിരിക്കുമെന്ന് അല്ല. CGL പോലെ തന്നെ കോമ്പറ്റീഷനുള്ള ഹൈ ലെവൽ കോമ്പറ്റീഷനുള്ള ഒരു എക്സാം ആണ് CHSL. നോർത്തിലെല്ലാം കുട്ടികൾ നല്ല രീതി വർഷങ്ങൾ കൊണ്ട് പഠിച്ച് എഴുതുന്ന ഒരു എക്സാം ആണിത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും. പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി വേക്കൻസികളുണ്ട്. 3712 വേക്കൻസീസ് ആണ് ഇതിനകത്ത് ടോട്ടൽ ആയിട്ട് ഉള്ളത്. ഇതില് LDC കണ്ടോ പേ ലെവൽ 2 ആണ്. ഇവിടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പേ ലെവൽ 4 ആണ്. ഇതും പേ ലെവൽ 4 ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് താഴോട്ട് അവർ തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ലെവൽ 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് പേ സ്കെയിൽ കണ്ടോ, ഇവിടെ 19,000 ആണെങ്കിൽ ഇതിന്റെ പേ സ്കെയിൽ 25,000 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഒരു 10-12,000 രൂപയുടെ ഡിഫറൻസ് വരും നിങ്ങളുടെ ക്യാഷ് ഇൻ ഹാൻഡ്. സോറി, ഇപ്പം പേ ലെവൽ 2ന്റെ 32,000 അറൗണ്ടാ കയ്യിൽ കിട്ടുക നമുക്ക് മന്ത്ലി സാലറി. അങ്ങനെയാണെങ്കിൽ ലെവൽ 4 വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഒരു 45,000 അറൗണ്ട് ആയിരിക്കും. അത്രമാത്രം ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിനെ ഈ രണ്ടായിട്ട് എന്താ കാറ്റഗറി ചെയ്തേക്കുന്നത് നിങ്ങൾ വിചാരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് അവർ താഴോട്ട് തന്നിട്ടുണ്ട്. കാരണം ഈ DEO എന്ന് പറഞ്ഞ ചില മിനിസ്റ്റീരിയലിലേക്ക് വേണ്ടുന്ന പോസ്റ്റുകളാണ്. അതൊരു 10-300 വേക്കൻസികളാണ്. സാധാരണ 300-400 വേക്കൻസികളാണ് അവിടെ പോകുന്നത്. അത് 10+2-ന് PCM എടുത്ത കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സമയം വരും. ഇതിനകത്ത് നമ്മൾ ടയർ 1 ജയിച്ചു കഴിയുമ്പോൾ SSC തന്നെ അവരുടെ സൈറ്റിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നമ്മൾ PCM സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ പറഞ്ഞ പോലെ 300-400 വേക്കൻസിയേ ഉള്ളൂ. ഈ 3712 300-400 വേക്കൻസി PCM സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാറും. ബാക്കിയൊക്കെ 12 കഴിഞ്ഞ് എല്ലാവർക്കും, അത് നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ 12 എടുത്തേക്കുന്ന വിഷയമല്ല, 12 കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 12 ജയിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത് ഒഴിച്ച്. അതിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആയിട്ട് അവര് അത് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ടോട്ടൽ വേക്കൻസി എത്ര പറഞ്ഞാൽ 3712 വേക്കൻസീസ് ആണ് ഈ 3 കാറ്റഗറിയിലുമായിട്ട് ഉള്ളത്. പിന്നെ റിസർവേഷൻ ഉണ്ട് കുട്ടികൾക്ക്, അത് എല്ലാ പോസ്റ്റിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും റിസർവേഷൻ ഉണ്ട്. റിസർവേഷന്റെ ഡീറ്റെയിൽസും PH സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസും ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിനും വുമണിനും മെയിലിനും എല്ലാം അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണിത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നേക്കുന്നത്. ഇന്ത്യൻ സിറ്റിസണിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ താഴോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏജ് തന്നിട്ടുണ്ട്. ഏജ് ഡീറ്റെയിൽസിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 18 തൊട്ട് 27 വയസ്സാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിലൊരു വിഷയമുണ്ട്. ഇത് നമുക്കൊരു വലിയ ഒരു പ്രശ്നമാണ്. കാരണം 27 വയസ്സാകാത്ത കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടോ, 2/8/97 1/8/2006 ഇടയിലായിരിക്കണം, എന്നാലേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ
1 ഓഗസ്റ്റിന് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ വിഷയമാണ്. കാരണം അവർ ആപ്ലിക്കേഷൻ ഇപ്പൊ വിളിച്ചപ്പോൾ ജനുവരി ഫെബ്രുവരി ആണ് സാധാരണ അവർ ചോദിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം 2 ഓഗസ്റ്റ് തൊട്ടാണ് ഇതിന്റെ ഡേറ്റ് കാണിച്ചേക്കുന്നത്. അത് ഇപ്പൊ നമ്മളിപ്പോ ഏപ്രിലോ മെയ്യിലോ 97 ജനിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് 27 വയസ്സ് തികയുന്നുണ്ടാകത്തില്ല അല്ലെ? മെയ്യിലുള്ളവർക്കൊന്നും ഇപ്പം 27 വയസ്സ് തികഞ്ഞില്ലല്ലോ. പക്ഷെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2/8 മുമ്പേ ജനിച്ചവരാണല്ലോ അവരൊക്കെ, 97 ആണെങ്കിലും. അന്നേരം അവർക്ക് അതൊരു വലിയ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. എനിക്കിത് കണ്ടിട്ട് സങ്കടം തോന്നും. കാരണം വളരെയധികം കുട്ടികൾ ലാസ്റ്റ് ചാൻസിൽ ഉള്ള കുട്ടികൾ ഔട്ടാവും. കാരണം അവർക്ക് 27 വയസ്സ് തികഞ്ഞിട്ടില്ല, പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ അപ്ലൈ ചെയ്യാം? ദിസ് ഈസ് റിയലി സാഡ്. ഐ ഫീൽ ബാഡ്. കാരണം 18, 27 പറയുമ്പോൾ 27 വയസ്സ്, ഇപ്പൊ 26 തികഞ്ഞ് 27 ഏപ്രിലും മെയ്യിലും ജൂണിലും ജൂലൈയിലും ഒക്കെ വരുന്ന കുട്ടികളുണ്ടാവും. അവരെന്തോ ചെയ്യുക? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഔട്ടായില്ലേ. എന്നാ ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ SC/STക്ക്, OBCക്കും PWD കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട്. അവനവന്റെ റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് റിലാക്സേഷൻ ചെക്ക് ചെയ്യണം കേട്ടോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇനി എക്സ് സർവീസ്മാന്റെ ഉണ്ട് ഡീറ്റെയിൽസ്. അതൊക്കെ റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്ക് എല്ലാ എക്സാമിനും SSC കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു പോവുക. എല്ലാത്തിലും ഒരുപോലെയാണ് അതൊക്കെ, അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഏജ് റിലാക്സേഷൻ ഒക്കെ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കാറ്റഗറി അല്ലെ DEO എന്ന് പറഞ്ഞ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ, അത് ചില മിനിസ്ട്രികളാണ്. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയർ, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. ഇതിനകത്ത് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുവാണ്, PCM സ്റ്റുഡൻസ് ആയിരിക്കണം. ഇതാണ് 300-400 വേക്കൻസിയുടെ അറൗണ്ട് ഈ കാറ്റഗറിയിലേക്ക് മാറും കേട്ടോ. ബാക്കി 12ാം ക്ലാസ് ജയിച്ച കുട്ടികൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. ബാക്കി 2 പോസ്റ്റിലേക്ക് 3 പോസ്റ്റാണല്ലോ ടോട്ടൽ കാണിച്ചത്. പക്ഷെ ഈ ഒരെണ്ണത്തിൽ PCM വേണം കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഇനി നിങ്ങൾ 12ാം ക്ലാസ് ഇപ്പൊ എഴുതിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് വരണം, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഓൺ ഓർ ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്, ദാറ്റ് ഈസ് 1/8/24 മുമ്പേ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വരണം. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, ഒബ്വിയസ്ലി ഡേറ്റിന് മുമ്പ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിക്കോണം. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞില്ല, ആ പറഞ്ഞ 2 ഡേറ്റിനും 18, 27 ഇടയ്ക്കുള്ളവരാണെങ്കിലും ആ പറഞ്ഞേക്കുന്ന ഡേറ്റ്സിന് നടുവിൽ ആയിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ SSCയുടെ സൈറ്റിൽ പോവുക. ഇതിന്റെ ഹോം പേജിൽ തന്നെ ലോഗിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൺ ടൈം പാസ്വേഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ അല്ല എങ്കിൽ OTR രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. എന്നിട്ടേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളവരോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ഉണ്ട്, അപ്ലൈ എന്നുള്ള ലിങ്ക് ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഹോം പേജിൽ തന്നെ തന്നിട്ടുണ്ട്. ssc.gov.in എന്ന ഹോം പേജിൽ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ssc.nic.in എന്നൊരു സൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ രജിസ്ട്രേഷൻ ഇതിൽ പോകത്തില്ല. ഈ ssc.gov.in എന്ന സൈറ്റിൽ തന്നെ നിങ്ങൾ പോയി ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി നോട്ടീസ് ബാക്കിയും കൂടെ നോക്കാം നമുക്ക് താഴോട്ട്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്, റീഫണ്ടബിൾ അല്ല. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ കറക്ഷൻ ഡേറ്റ് ഉണ്ട്. അതിനൊന്നും നിങ്ങൾ നോക്കിയിരിക്കേണ്ട കേട്ടോ, അതൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്തൊക്കെ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ സെന്റേഴ്സ് എല്ലാ എക്സാമും നടക്കുന്ന പോലെ ഇപ്പം വെണ്ടറൊക്കെ ചേഞ്ച് ആവുന്നൊക്കെ നമ്മൾ അറിഞ്ഞു. TCS ആയിരുന്നു മറ്റേത് എക്സാമിന്റെ ഫുൾ പ്രോസസ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എക്സാം നടത്തുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതും ആൻസർ റിലീസ് എല്ലാം TCS ആയിരുന്നു. ഇപ്പോൾ വെണ്ടർ ചേഞ്ച് ആവുന്നു എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ വന്നു. പക്ഷെ അതിന്റെ പാറ്റേണിനൊന്നും ഒരു ചേഞ്ച് നമ്മളിവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് റീജിയനിലാണ് വരുന്നത്? കേരള കർണാടക റീജിയനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനി മുമ്പോട്ട് അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ സൈറ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കേരള കർണാടക റീജിയന്റെ സൈറ്റ് യൂസ് ചെയ്യണം. എക്സാം സെന്റേഴ്സ് നമ്മൾ ഇതൊക്കെയാണ്: തിരുവനന്തപുരം, ഇവിടെ തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, എറണാകുളം. ഇങ്ങനെ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഈ സൗത്ത് കേരള കർണാടക റീജിയനിലുള്ള എക്സാം സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണിത്. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ഈ സൈറ്റിൽ നിന്നാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ssc.gov.in എന്ന സൈറ്റിലാണ് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ആണെങ്കിലും അഡ്മിറ്റ് കാർഡ് നമ്മൾ ഈ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കേട്ടോ, റീജിയൻ വൈസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്കീം ഓഫ് എക്സാമിനേഷൻ ലൈക്ക് എ സെഡ് 2 ടയർ ഉണ്ടാവും. ടയർ 1ഉം ടയർ 2ഉം എല്ലാ എക്സാമിനെ പോലെ തന്നെ മെഡിക്കലും കാണും ഇതിന്.
ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എല്ലാം ഇതിനും കാണും. ഓക്കെ, ഇനി ടയർ 1 എന്ന് പറയുന്നത് എന്തുവാണ്? ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്. 25 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്കിന്റെ, 60 മിനിറ്റ് ആണ്. PH കാൻഡിഡേറ്റ്സിന് ഇവിടെ സ്ക്രൈബ് ഉപയോഗിക്കുന്ന കാൻഡിഡേറ്റ്സിന് ചെറിയ റിലാക്സേഷൻ ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1, 2, 3, 4 സബ്ജക്ട്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25, 50 മാർക്ക്. ഓക്കെ, 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി ടയർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഇത് കേട്ടോ, നമ്മൾ എഴുതുക ഒന്നും വേണ്ട അതിനകത്ത്, ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ലൈക്ക് ബാക്കി എക്സാംസ് പോലെ തന്നെ ഇതിന്റെ. ഇനി ടയർ 2 എന്ന് പറയുന്നത് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ആണ്, മാത്സ് 30 ആണെങ്കിൽ റീസണിങ് 30 ആണ്, അങ്ങനെ 60 മാർക്കാണ്. 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ മേളില്. ടയർ 1-ന് 2 മാർക്ക് ആണെങ്കിൽ ഇവിടെ 3 മാർക്കാണ്. 1 അവർ ഫോർ ഈച്ച് സെക്ഷൻ. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. ഇനി താഴോട്ട് അടുത്ത സെഷൻ വരുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. 40 മാർക്കിന്റെ ഇംഗ്ലീഷ് എങ്കിൽ 20 മാർക്കിന്റെ ജനറൽ അവയർനെസ്, അതും 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ 180 മാർക്ക് എഗെയിൻ. ഇവിടെ പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ഒരു 45 മാർക്കിന്റെ. സമയം ഇവിടെ തന്നിട്ടുണ്ട് സൈഡിൽ. ഇതെല്ലാം ഒരു ദിവസമായിരിക്കും കേട്ടോ. ടയർ 2 എന്ന് പറയുന്നത് ഒരു ദിവസമായിരിക്കും, ഇതെല്ലാം പാട്ടായിട്ടാണ് പോകുന്നത് ഇത്. അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും അന്ന് തന്നെ ആയിരിക്കും. ഇതിന് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ഈ 3 കാറ്റഗറിക്കും ടൈപ്പിംഗ് ടെസ്റ്റ്. ഒന്നിനകത്തും ടൈപ്പിംഗ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഇത് കിട്ടത്തില്ല, ഒമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും കേട്ടോ. കാരണം ഈ 3 സെഷനിലും ടൈപ്പിംഗ് ടെസ്റ്റ് അനിവാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ടയർ 2-ന്റെ എക്സാമും കമ്പ്യൂട്ടർ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഒരു ദിവസം തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞേക്കുന്നത്, ഒരു ദിവസം തന്നെ ആയിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വിൽ ബി മാൻഡേറ്ററി ഫോർ ദ കാൻഡിഡേറ്റ് ടു ക്വാളിഫൈ ഓൾ ദ സെഷൻസ് ഓഫ് ടയർ 2. അല്ലാതെ ടയർ 2-ന് ഒരു സെക്ഷൻ ഞാൻ ജയിച്ചു, മറ്റേതിന് അങ്ങനെയല്ല, എല്ലാ സെക്ഷൻസും പാട്ടായിരിക്കും. മാർക്ക് അതിനെല്ലാം ജയിക്കേണ്ടതായിട്ടും ഉണ്ട്. ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ്, ബാക്കി എക്സാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ്, 1 മാർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റിലെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ പാർട്ടിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സിലബസിന്റെ ടയർ 1-ന്റെ ഡീറ്റെയിൽസ് സബ്ജക്ട് വൈസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ടയർ 2-ന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, കാരണം ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത്, ഏതൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടം വരെ. ഇനി എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ്, അതൊക്കെ എല്ലാ എക്സാം പോലെ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ആവുന്ന. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കി പോകണം ഇത്. അതുപോലെ പോസ്റ്റ് പ്രിഫറൻസ്, നമ്മുടെ ടയർ 1, 2 കഴിഞ്ഞ് കഴിയുമ്പോൾ പോസ്റ്റ് പ്രിഫറൻസിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് വരും, ആ ഓപ്ഷൻ ഫോം ഫില്ല് ചെയ്യണം. അതൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ടയർ 2-ന്റെ മാർക്കാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ അത് ഒമിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഇവിടെ ടയർ 2-ന്റെ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനനുസരിച്ചായിരിക്കും അവർ മെറിറ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ മോഡ് ഓഫ് സെലക്ഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 30% മാർക്കൊന്നും കണ്ടുകൊണ്ട് ആരും ഇരിക്കേണ്ട കേട്ടോ UR-ന്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 200-ന് കട്ട് ഓഫ് എത്രയായിരുന്നു, 157 പോയിന്റ് സംതിങ് ആയിരുന്നു കേട്ടോ. 157.72 സംതിങ് ആയിരുന്നു കട്ട് ഓഫ് 200-ന്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് 160 മേളി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓരോ വർഷവും CHSL-ന്റെ കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫും കൂടി വരികയാണ്. നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 157.72 സംതിങ് UR-നായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അതിന് മുകളിൽ തന്നെ ആയിരിക്കും കേട്ടോ. SC STക്കൊക്കെ കുറച്ച് താഴെയായിരുന്നു, എന്നാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാം 135, 125 ആ ഒരു റേഞ്ചിലായിരുന്നു വന്നു. OBC ഒക്കെ 154-ന്റെ അടുത്ത് എവിടെയായിരുന്നു, 53.25 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ OBC ഒക്കെ. അപ്പോൾ നല്ല ടഫസ്റ്റ് ഒരു എക്സാമാണ്, കട്ട് ഓഫ് അതുപോലെ തന്നെ ഹൈ ആയിരിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും 30% മതി എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. 160+ ആയിരിക്കും ഇപ്രാവശ്യം 200-ന്. അത്രയ്ക്ക് കോമ്പറ്റീഷൻ ലെവൽ ഹൈ ആയിട്ടുള്ള എക്സാമാണ് +2 ലെവൽ എക്സാം ഇത് കേട്ടോ. പിന്നെ ഇതൊക്കെ എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാ എക്സാമിനും പറഞ്ഞിരിക്കുന്നത് പോലെ. ഒന്ന് വായിച്ചു പോവുക. നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു പോകണം. അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവനവന് ഏതൊക്കെ റിസർവേഷൻ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് പോകണം. പിന്നെ താഴോട്ട്
എല്ലാ ഫോംസിന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഏറ്റവും താഴെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ SSCയുടെ സൈറ്റിൽ എങ്ങനെ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം, എങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം, ആരുടെ ഹെൽപ്പ് വേണ്ട. അതെ, ഈ പേജ് വൈസ് ഒന്ന് നോക്കി പോയാൽ മതി. വെരി സിമ്പിൾ. ഇതിനകത്ത് എല്ലാവരും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഗൈസ്. പെട്ടെന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി വളരെ സമയമില്ല. ഞാൻ ആൾറെഡി ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് മന്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ സൈറ്റ് ഹാങ് ആവാൻ വലിയ വിഷയമാവും. കാരണം ഈ പുതിയ സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഓരോ പ്രാവശ്യവും. ഇപ്രാവശ്യം അതില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാലും നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്.